നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. തോട്ടപ്പള്ളി പൊഴിമുഖവും സ്പിൽവേയും എച്ച് സലാം MLA സന്ദർശിച്ചു. സ്പിൽവേയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന് ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തെ തുടർന്നാണ് MLA പൊഴി സന്ദർശിച്ചത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകി വരുന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ സംസ്കൃതിയും നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച കളം മേളം നാടക ശില്പശാല സമാപിച്ചു. ഒരാഴ്ചക്കാലം നീണ്ട ശില്പശാലയിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 55ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സമാപന സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ഫാഷൻ ഷോ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തായ്ലൻഡിൽ പോകാൻ യോഗ്യത നേടിയിരിക്കുകയാണ് 7 വയസ്സുകാരൻ അപ്പുണ്ണി. മാതാപിതാക്കളോടൊപ്പം ആലപ്പുഴയിൽ നിന്നെത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അപ്പുണ്ണി ഈ വിവരം അറിയിച്ചത്. ഈ വർഷത്തെ ബുദ്ധപൗർണമി മഹോത്സവം ഈ മാസം 23-ന് കരിമാടിക്കുട്ടൻ ബുദ്ധഭൂമിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. തോട്ടപ്പള്ളി പൊഴിമുഖവും സ്പിൽവേയും എച്ച് സലാം MLA സന്ദർശിച്ചു. സ്പിൽവേയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന് ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തെ തുടർന്നാണ് MLA പൊഴി സന്ദർശിച്ചത്. തോട്ടപ്പള്ളി പൊഴിമുഖവും സ്പിൽവേയും എച്ച് സലാം MLA സന്ദർശിച്ചു. സ്പിൽവേയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന് ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തെ തുടർന്നാണ് MLA പൊഴി സന്ദർശിച്ചത്. കിഴക്കൻ വെള്ളത്തിന്റെ വരവില്ലെങ്കിലും 2 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന ശക്തമായ വേനൽ മഴയിലാണ് സ്പിൽവേയുടെ കിഴക്കൻ ഭാഗങ്ങൾ വെള്ളത്തിലായത്. നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് MLAയുടെ നിർദ്ദേശാനുസരണം വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നതിന് സ്പിൽവേയിലെ 9 ഷട്ടറുകൾ തുറന്നു. സാധാരണ ഘട്ടങ്ങളിൽ 1.6 ഘന അടി വെള്ളം ഉയർന്നാൽ മാത്രമാണ് പൊടിമുറിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കുക. എന്നാൽ നിലവിൽ 1.2 ഘന അടി വെള്ളമാണിപ്പോൾ കിഴക്കൻ ഭാഗങ്ങളിൽ ഉയർന്നിട്ടുള്ളത്. ഇത് കൃത്യതയോടെ പരിശോധിച്ച് ആവശ്യമെങ്കിൽ പൊഴി തുറക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് MLA ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. രാപ്പകൽ വ്യത്യാസമില്ലാതെ അടിയന്തര ഘട്ടങ്ങളിൽ പൊഴി മുറിക്കേണ്ടി വന്നാൽ യഥാസമയം സജ്ജരായിരിക്കണമെന്നും എച്ച് സലാം MLA ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിലുള്ള ജലനിരപ്പ് സംബന്ധിച്ചും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചും MLA കളക്ടറുമായും ആശയവിനിമയം നടത്തി. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ, ഇറിഗേഷൻ ആലപ്പുഴ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KR രജീഷ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ V അരുൺ, ഓവർസിയർ RG രാഹുൽ, കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി Y പ്രദീപ്, മുരളി എന്നിവരും MLAക്കൊപ്പമുണ്ടായിരുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകി വരുന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നേരത്തെ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇവരെ തടഞ്ഞു നിർത്താനായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകി വരുന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കുക, ലൈസൻസ് ഇല്ലാത്തവർ നടത്തുന്ന മൊബൈൽ വെൽഡിംഗ് വർക്കുകൾ നിയന്ത്രിക്കുക, ചെറുകിട വെൽഡിംഗ് വ്യവസായ മേഖലയെ സംരക്ഷിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നേരത്തെ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്ഥിരം തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്ന നിലയിൽ മൊബൈൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായാണ് സ്ഥാപനങ്ങളാണ്. ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വലിയ വലിയ മാളുകൾ നാട്ടിൽ വന്നു, വലിയ സൂപ്പർ മാർക്കറ്റുകൾ. ഇതിന്റെ ഫലമായി നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാർ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പൂനമേ ഗുരു എന്ന് പറയുന്നത് പോലെ ഓൺലൈൻ വ്യവസായം ശക്തമാണ്. ഏത് സാധനം വേണമെങ്കിലും ബുക്ക് ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്.
വാടകയ്ക്ക്. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി രതീഷ് ബാബു, ജില്ലാ ഉപാധ്യക്ഷന്മാരായ ജെ ജ്യോതി, കെ ഓമനക്കുട്ടൻ, ജി പ്രകാശ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കെ ചിദംബരം, എസ് മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശശി സ്റ്റീൻലാൻഡ് സ്വാഗതവും ജില്ലാ ട്രഷറർ ആർ ഹരികുമാർ നന്ദിയും പറഞ്ഞു. ആലപ്പുഴ സംസ്കൃതിയും നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച കളം മേളം നാടക ശില്പശാല സമാപിച്ചു. ഒരാഴ്ചക്കാലം നീണ്ട ശില്പശാലയിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 55ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സമാപന സമ്മേളനം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ സംസ്കൃതിയും നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച കളം മേളം നാടക ശില്പശാല സമാപിച്ചു. ഒരാഴ്ചക്കാലം നീണ്ട ശില്പശാലയിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 55ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പരിസ്ഥിതി സന്ദേശമടങ്ങിയ സന്തോഷ് തകഴിക്കാരൻ സംവിധാനം ചെയ്ത നാടകവും സമാപന ദിവസം കുട്ടികൾ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന കളംപിരിയൽ കൂട്ടം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. അഭിനയിച്ച് ഇവിടെ നമ്മളൊരു അവതരിപ്പിക്കപ്പെട്ട ആ ചെറിയ നാടകത്തിലെ ഒരു മെസ്സേജ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ നാടിന്റെ ജീവിത സന്ദർഭത്തിൽ വർത്തമാനകാലത്ത് നമ്മൾ ഓരോ മനുഷ്യരും ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഞാൻ അടക്കമുള്ളവർ ചിന്തിക്കാത്ത കാര്യമാണ്. മനുഷ്യൻ പ്രകൃതിയെ മറന്ന് ജീവിക്കുന്നു എന്ന് പറയുന്ന കാര്യം ഒരു ആലങ്കാരികമായി പറയുന്ന കാര്യം മാത്രമല്ല. ദുരന്തങ്ങളും പ്രയാസങ്ങളും വന്നു ചേരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ചിന്തിക്കുന്നത്. ആ സമയത്ത് ചിന്തിക്കുന്നത് കടലിൽ സുനാമി ഉണ്ടാകപ്പെട്ടത് ഇന്ത്യയും വല്ല പ്രശ്നപ്പെടുത്തുന്നുണ്ടോ? കള്ളിങ്ങനെ ഉൾമലിന്ന് പോയി. അപ്പോൾ അത് കാരണം കാണുകയാണ്. ഒരു മാസം മുമ്പ് പുറക്കാട് കടന്നു. SMC ചെയർമാൻ പ്രശാന്ത് S. കുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നാടക ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് ക്യാമ്പംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാറം മാക്കിയിൽ, പ്രഥമാധ്യാപിക A. നദീറ, ക്യാമ്പ് കോർഡിനേറ്റർ ഹരിപ്പാട് രവിപ്രസാദ്, മാതൃസംഗമം ചെയർപേഴ്സൺ സീന മനോജ്, KK വാസുദേവ്, വിമൽ റോയ്, ജോബ് മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ H. സുബേർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഇന്റർനാഷണൽ ഫാഷൻ ഷോ മത്സരത്തിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തായ്ലൻഡിൽ പോകാൻ യോഗ്യത നേടിയിരിക്കുകയാണ് 7 വയസ്സുകാരൻ അപ്പുണ്ണി. മാതാപിതാക്കളോടൊപ്പം ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇന്റർനാഷണൽ ഫാഷൻ ഷോ മത്സരത്തിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തായ്ലൻഡിൽ പോകാൻ യോഗ്യത നേടിയിരിക്കുകയാണ് 7 വയസ്സുകാരൻ അപ്പുണ്ണി. ആലപ്പുഴ വളവനാട് വിജയാനിവാസിൽ കണ്ണനുണ്ണിയുടെയും അനുവിൻ്റെയും മകനായ അപ്പുണ്ണി 7ാം വയസ്സിൽ ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പട്ടണക്കാട് പബ്ലിക് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ അപ്പുണ്ണി മിമിക്രി കലാകാരനുമാണ്. സ്വകാര്യ TV ചാനലിലെ കോമഡി ഉത്സവം പരിപാടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിമിക്രി കലാകാരനെന്ന റെക്കോർഡും അപ്പുണ്ണി ഇതിനോടകം നേടിയിട്ടുണ്ട്. തായ്ലാൻഡിലെ ബാങ്കോക്കിൽ ഓഗസ്റ്റ് 7 മുതൽ 11 വരെ നടക്കുന്ന വേൾഡ് ഫൈനൽ മത്സരിക്കാൻ യോഗ്യത നേടി ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇത്തരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യത്തെ ജൂനിയർ മോഡലാണ് അപ്പുണ്ണി. വാർത്താ സമ്മേളനത്തിൽ അപ്പുണ്ണിക്കൊപ്പം അച്ഛൻ G. കണ്ണനുണ്ണി, അമ്മ അനു കണ്ണനുണ്ണി എന്നിവരും പങ്കെടുത്തു. അപ്പുണ്ണി, ഞാൻ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിക്കുന്നത് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പട്ടണക്കാടാണ്. ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഫാഷൻ ഷോ മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയി. എനിക്ക് തായ്ലൻഡിൽ ബാങ്കോക്കിൽ പോകാൻ അവസരം കിട്ടി. ഈ വർഷത്തെ ബുദ്ധപൂർണിമ മഹോത്സവം ഈ മാസം 23-ന് കരിമാടിക്കുട്ടൻ ബുദ്ധഭൂമിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷത്തെ ബുദ്ധപൂർണിമ മഹോത്സവം മെയ് 23-ന് കരിമാടിക്കുട്ടൻ ബുദ്ധഭൂമിയിൽ വെച്ച് നടക്കുമെന്ന് പരിപാടികളുടെ സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
എല്ലാ വർഷവും അതിമനോഹരമായി ഈ പരിപാടി അവതരിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം രണ്ടാമത്തെ ഒരു പ്രത്യേകത, ബൗദ്ധ സാഹിത്യത്തിൽ തനതായ സംഭാവനകൾ നൽകിയ കരിമാടിക്കുട്ടൻ പുസ്തക അവാർഡ് KP രമേശ്, KKS ദാസ്, കണ്ണൻ മേലോത്ത് എന്നിവർക്ക് ഫലകവും പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നതായിരിക്കും. ഈ പരിപാടിയിൽ ജനപ്രതിനിധികളായി നമ്മുടെ സ്ഥലം MP, MLA, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ്. ഓരോ വർഷവും നിങ്ങൾ മീഡിയകളുടെയും ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വളരെയധികം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ബുദ്ധിസ്റ്റ് സംഘടനകളുടെ കൂട്ടായ്മയായ കേരള ബുദ്ധിസ്റ്റ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേരളത്തിന് പുറത്തു നിന്നും നിരവധി ആളുകൾ എത്തിച്ചേരാറുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. പരിപാടികളുടെ ഭാഗമായി കരിമാടിക്കുട്ടൻ പുസ്തക അവാർഡ് 2024 ചടങ്ങിൽ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. നിഷു ബൗദ്ധ് രാമങ്കരി, സന്തോഷ് K ഊരിക്കരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തോട്ടപ്പള്ളി പൊഴിമുഖവും സ്പിൽവേയും സലാം MLA സന്ദർശിച്ചു. സ്പിൽവേയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന് ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തെ തുടർന്നാണ് MLA പൊഴി സന്ദർശിച്ചത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകി വരുന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ സംസ്കൃതിയും നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച കളം മേളം നാടക ശില്പശാല സമാപിച്ചു. ഒരാഴ്ചക്കാലം നീണ്ട ശില്പശാലയിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 55ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സമാപന സമ്മേളനം സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ഫാഷൻ ഷോ മത്സരത്തിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തായ്ലൻഡിൽ പോകാൻ യോഗ്യത നേടിയിരിക്കുകയാണ് 7 വയസ്സുകാരൻ അപ്പുണ്ണി. മാതാപിതാക്കളോടൊപ്പം ആലപ്പുഴയിൽ നിന്നെത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അപ്പുണ്ണി ഈ വിവരം അറിയിച്ചത്. ഈ വർഷത്തെ ബുദ്ധപൗർണമി മഹോത്സവം ഈ മാസം 23-ന് കരിമാടിക്കുട്ടൻ ബുദ്ധഭൂമിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.